Hi everyone, you're watching Edu Online YouTube channel. If you like the video, please subscribe my channel and also click the bell icon for more interesting updates. Hi everyone, in continuation to our learning on accounting for underwriters, here is my second video, and in the previous video we learned about the basic concepts of underwriting. Now you have a clear idea regarding the underwriting process. In this video we are discussing about the calculation of underwriter's liability. So let us start our class. The calculation of underwriter's liability is different in different types of underwriting. The liability of underwriters means underwritersന്റെ liability calculate ചെയ്യുന്നത് ഓരോ ടൈപ്പ് ഓഫ് അണ്ടർറൈറ്റിംഗിലും അത് ഡിഫറെൻ്റ് ആണ്. സോ അണ്ടർറൈറ്ററിന്റെ ലൈബിലിറ്റി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് നമുക്കറിയാം. ആ ഒരു ഇഷ്യൂ പ്രോസസ് കമ്പനി നടത്തുന്ന ഇഷ്യൂ പ്രോസസ്സിൽ ഒരു അണ്ടർറൈറ്ററിന് എന്തുമാത്രം ഒബ്ലിഗേഷൻസ് ഉണ്ട് എന്നുള്ളതാണ് അണ്ടർറൈറ്റേഴ്സിന്റെ ലൈബിലിറ്റി കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുക. സോ ഫസ്റ്റ് കേസാണ് ഇവിടെ പറഞ്ഞിരിക്കുക, കംപ്ലീറ്റ് അണ്ടർറൈറ്റിംഗ്. കംപ്ലീറ്റ് അണ്ടർറൈറ്റിംഗ് എന്ന് പറയുമ്പോൾ കമ്പനി നടത്തുന്ന എൻറ്റയർ ഇഷ്യൂ ഓഫ് ഷെയർസ് അല്ലെങ്കിൽ ഡിബഞ്ചേഴ്സും നമ്മൾ അണ്ടർറൈറ്റ് ചെയ്തിരിക്കുകയാണ്. സോ ആ ഒരു കേസിനെയാണ് നമ്മൾ കംപ്ലീറ്റ് അണ്ടർറൈറ്റിംഗ് എന്ന് പറയുന്നത്. അവിടെ തന്നെ രണ്ട് കേസസ് ആണ് ഉള്ളത്. ഇഫ് ദ ഹോൾ ഇഷ്യൂ ഓഫ് ഷെയർസ് ഓർ ഡിബഞ്ചർ ഈസ് അണ്ടർറിട്ടൺ ബൈ വൺ അണ്ടർറൈറ്റർ, അതായത് കംപ്ലീറ്റ് ഇഷ്യൂവും അണ്ടർറൈറ്റ് ചെയ്തിരിക്കുന്നത് ഒരു അണ്ടർറൈറ്റർ ആണ് എങ്കിൽ എങ്ങനെയാണ് ആ അണ്ടർറൈറ്ററിന്റെ ലൈബിലിറ്റി കണ്ടുപിടിക്കുക എന്നുള്ളത്. സോ അങ്ങനത്തെ കേസിൽ അണ്ടർറൈറ്ററിന്റെ ലൈബിലിറ്റി എന്ന് പറയുന്നത് ടോട്ടൽ നമ്പർ ഓഫ് ഷെയർ ഇഷ്യൂഡ് മൈനസ് ടോട്ടൽ ആപ്ലിക്കേഷൻ റിസീവ്ഡ് ഫ്രം ദ പബ്ലിക്, അതായത് എത്ര നമ്പർ ഓഫ് ഷെയർസ് മൊത്തത്തിൽ ഇഷ്യൂ ചെയ്തിട്ടുണ്ടോ ആ അത്രയും നമ്പറിൽ നിന്ന് എത്ര ആപ്ലിക്കേഷൻസ് നമ്മൾ പബ്ലിക്കിൽ നിന്ന് റിസീവ് ചെയ്തു എന്നത് മൈനസ് ചെയ്യും. ആ നെറ്റ് വരുന്ന ഫിഗർ ആണ് ആ അണ്ടർറൈറ്ററിന്റെ ലൈബിലിറ്റി എന്ന് പറയുന്നത്. In case and if the shares are oversubscribed or fully subscribed, the underwriter is free from his liability, but he is entitled to get his commission. അതായത് ഷെയർ ഓവർ സബ്സ്ക്രൈബ്ഡ് ആണ് അല്ലെങ്കിൽ ഫുള്ളി സബ്സ്ക്രൈബ്ഡ് ആണ് എന്നുണ്ടെങ്കിൽ ദ അണ്ടർറൈറ്റർ ഈസ് ഫ്രീ ഫ്രം ഹിസ് ലൈബിലിറ്റി. അയാൾക്ക് ആ കേസിലെ ലൈബിലിറ്റി ഒന്നുമില്ല, പക്ഷേ ഹീസ് എൻറ്റൈറ്റിൽഡ് ടു ഏൺ ഹിസ് കമ്മീഷൻ. അയാളുടെ കമ്മീഷൻ അയാൾക്ക് കിട്ടാനുള്ള റൈറ്റ് ഉണ്ട്. സോ ആ കേസിൽ അയാൾക്ക് ലൈബിലിറ്റി ഉണ്ടാവില്ല, പക്ഷേ അയാളുടെ കമ്മീഷൻ അയാൾക്ക് കിട്ടാനുള്ള റൈറ്റ് ഉണ്ട്. അതാണ് ഫസ്റ്റ് കേസ് എന്ന് പറയുന്നത്. ദെൻ സെക്കൻഡ് കേസ് എന്ന് പറയുന്നത് ഇഫ് ദ ഹോൾ ഇഷ്യൂ ഓഫ് ഷെയർസ് ഓർ ഡിബഞ്ചർ ഈസ് അണ്ടർറിട്ടൺ ബൈ എ നമ്പർ ഓഫ് അണ്ടർറൈറ്റേഴ്സ് ഇൻ ആൻ എഗ്രീഡ് റേഷ്യോ, അതായത് ഒരു അണ്ടർറൈറ്റർ അല്ല കംപ്ലീറ്റ് ഇഷ്യൂവും അണ്ടർറൈറ്റ് ചെയ്തിരിക്കുന്നത്, മോർ ദാൻ വൺ അണ്ടർറൈറ്റർ ഉണ്ട്, അവർ തമ്മിലൊരു റേഷ്യോ ഉണ്ട്. ആ റേഷ്യോയുടെ ബേസിസിലാണ് അവർ ആ ഷെയർ ഇഷ്യൂ അണ്ടർറൈറ്റ് ചെയ്തിരിക്കുന്നത് എങ്കിൽ ആ കേസിൽ നമ്മൾ ഒരാളുടെ ഒരു അണ്ടർറൈറ്ററിന്റെ ലൈബിലിറ്റി മാത്രമല്ല എത്ര അണ്ടർറൈറ്റേഴ്സ് ഉണ്ടോ അത്രയും അണ്ടർറൈറ്റേഴ്സിന്റെ ലൈബിലിറ്റി കണ്ടുപിടിക്കണം. സോ ഇൻ ദാറ്റ് കേസ് അണ്ടർറൈറ്ററിന്റെ ലൈബിലിറ്റി നമ്മൾ കണ്ടുപിടിക്കുന്നതിന് സ്റ്റെപ്സ് ഉണ്ട്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ആദ്യം നമ്മൾ ഗ്രോസ് അല്ലെങ്കിൽ ടോട്ടൽ ലൈബിലിറ്റി ഓരോ അണ്ടർറൈറ്ററിന്റെയും ആ എഗ്രീഡ് റേഷ്യോ അനുസരിച്ചിട്ടുള്ള ഗ്രോസ് ലൈബിലിറ്റി അല്ലെങ്കിൽ ടോട്ടൽ ലൈബിലിറ്റി നമ്മൾ കണ്ടുപിടിക്കണം. ദെൻ സ്റ്റെപ്പ് 2 എത്ര മാർക്ക്ഡ് ആപ്ലിക്കേഷൻസ് വന്നിട്ടുണ്ട് എന്ന് നോക്കുക. ആ മാർക്ക്ഡ് ആപ്ലിക്കേഷൻസ് നമ്മൾ ഡിഡക്ട് ചെയ്യണം. മാർക്ക്ഡ് ആപ്ലിക്കേഷൻസ് എന്താണെന്ന് പ്രീവിയസ് വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. സോ മാർക്ക്ഡ് ആപ്ലിക്കേഷൻസ് എന്തെങ്കിലും വന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ആ മാർക്ക്ഡ് ആപ്ലിക്കേഷൻസ് ഡിഡക്ട് ചെയ്യണം. ദെൻ സ്റ്റെപ്പ് 3 അൺമാർക്ക്ഡ് ആപ്ലിക്കേഷൻസ് ഉണ്ടെങ്കിൽ അൺമാർക്ക്ഡ് ആപ്ലിക്കേഷൻസും ഡിഡക്ട് ചെയ്യണം. അതും ആ റേഷ്യോ അനുസരിച്ചിട്ടായിരിക്കും. അണ്ടർറൈറ്റേഴ്സ് തമ്മിലുള്ള അണ്ടർറൈറ്റിംഗ് റേഷ്യോയുടെ ബേസിലായിരിക്കും ഈ അൺമാർക്ക്ഡ് ആപ്ലിക്കേഷൻസ് ഡിഡക്ട് ചെയ്തിരിക്കുക. മാർക്ക്ഡ് ആപ്ലിക്കേഷൻസ് സ്പെസിഫിക് ആയിട്ട് ഏത് അണ്ടർറൈറ്റർ ആണെന്ന് അവർ സ്പെസിഫൈ ചെയ്തിരിക്കും. സോ അതുകൊണ്ട് ഓരോ അണ്ടർറൈറ്ററിനും വരുന്ന മാർക്ക്ഡ് ആപ്ലിക്കേഷൻസ് നമുക്ക് ഡയറക്ട്ലി അത് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. പക്ഷെ അൺമാർക്ക്ഡ് ആപ്ലിക്കേഷൻസ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നമുക്കറിയാം. അതിൽ ഒരു അണ്ടർറൈറ്ററിന് സ്പെസിഫൈ ചെയ്തിട്ടില്ലാത്ത ടൈപ്പ് ഓഫ് ആപ്ലിക്കേഷൻസിനെയാണ് അൺമാർക്ക്ഡ് ആപ്ലിക്കേഷൻസ് എന്ന് പറയുന്നത്. സോ അൺമാർക്ക്ഡ് ആപ്ലിക്കേഷൻസിന്റെ കേസിൽ നമ്മുടെ ലൈബിലിറ്റി റേഷ്യോ, അതായത് അണ്ടർറൈറ്റിംഗ് റേഷ്യോയുടെ ബേസിൽ ഈ അൺമാർക്ക്ഡ് ആപ്ലിക്കേഷൻസിനെ നമ്മൾ ഡിവൈഡ് ചെയ്തിട്ട് ആ അൺമാർക്ക്ഡ് ആപ്ലിക്കേഷൻസ് ഓരോ അണ്ടർറൈറ്ററിന്റെയും ലൈബിലിറ്റിയിൽ നിന്ന് ഡിഡക്ട് ചെയ്യും. ദെൻ സ്റ്റെപ്പ് 4 എന്തെങ്കിലും ഒരു മൈനസ് ഫിഗർ ആണ് വരുന്നതെങ്കിൽ, ഇത്രയും ഡിഡക്ട് ചെയ്തതിന് ശേഷം എന്തെങ്കിലും ഒരു മൈനസ് ഫിഗർ ആണ്
ഏതെങ്കിലും ഒരു അണ്ടർ റൈറ്ററിന് വരുന്നത് എങ്കിൽ ആ മൈനസ് ഫിഗറിനെ നമ്മൾ മറ്റ് രണ്ട് അണ്ടർ റൈറ്റേഴ്സിന്റെ കേസിൽ അല്ലെങ്കിൽ ബാക്കിയുള്ള അണ്ടർ റൈറ്റേഴ്സിനെ അവരുടെ എഗ്രീഡ് റേഷ്യോയിൽ നമ്മൾ ഡിവൈഡ് ചെയ്ത് കൊടുക്കും. ഇങ്ങനെയാണ് നമ്മൾ അണ്ടർ റൈറ്റർ മോർ ദാൻ 1 അണ്ടർ റൈറ്റേഴ്സ് ഉള്ള കേസിൽ ലൈബിലിറ്റി, ഓരോ അണ്ടർ റൈറ്ററിന്റെയും ലൈബിലിറ്റി കണ്ടുപിടിക്കുന്നത്. അത് തന്നെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഗ്രോസ് ലൈബിലിറ്റി അക്കോർഡിംഗ് ടു ദി എഗ്രീഡ് റേഷ്യോ അനുസരിച്ചിട്ടുള്ള ഗ്രോസ് ലൈബിലിറ്റി കണ്ടുപിടിക്കുക. ദെൻ ലെസ് മാർക്ക്ഡ് ആപ്ലിക്കേഷൻസ്, അപ്പൊ നമുക്കൊരു ബാലൻസ് കിട്ടും. ആ ബാലൻസിൽ നിന്ന് എഗെയിൻ ലെസ് അൺമാർക്ക്ഡ് ആപ്ലിക്കേഷൻ ഇൻ ദ റേഷ്യോ ഓഫ് ഗ്രോസ് ലൈബിലിറ്റി, അപ്പോഴാണ് നെറ്റ് ലൈബിലിറ്റി കിട്ടുന്നത്. ഇനി ഇത് വേറൊരു രീതിയിലും ചെയ്യാം. ഇവിടെ ഡിഫറൻസ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അൺമാർക്ക്ഡ് ആപ്ലിക്കേഷൻസ് നമ്മൾ ഡിഡക്ട് ചെയ്യുന്നത് ബാലൻസ് എന്തുമാത്രം എമൗണ്ട് ഓരോരുത്തർക്കും ലെഫ്റ്റ് ആയിട്ടുണ്ട് എന്നുള്ളതിന്റെ ബേസിസിലായിരിക്കും. ഈ സെക്കൻഡ് കേസിൽ നമ്മൾ അൺമാർക്ക്ഡ് ആപ്ലിക്കേഷൻസ് ഡിവൈഡ് ചെയ്യാം. നെക്സ്റ്റ് വി ആർ ഗോയിങ് ടു ദി ഫസ്റ്റ് ഇല്ലസ്ട്രേഷൻ. A public limited company with a capital of rupees 10 lakh divided into equity shares of rupees 10 each places its entire issue in the market and the whole issue has been underwritten as follows. ഒരു പബ്ലിക് ലിമിറ്റഡ് കമ്പനി 10 lakhs ക്യാപിറ്റൽ ഉള്ള ഒരു പബ്ലിക് ലിമിറ്റഡ് കമ്പനി അതിന്റെ ഷെയർ ക്യാപിറ്റൽ ഇഷ്യൂ ചെയ്യാണ്. സോ ഷെയർ ക്യാപിറ്റൽ ഇഷ്യൂ ചെയ്യുമ്പോൾ മൊത്തം 10 lakh ആണ് അവരുടെ ക്യാപിറ്റൽ എന്ന് പറയുന്നത്. അതിന് ഒരു ഷെയറിന്റെ ഫേസ് വാല്യൂ എന്ന് പറയുന്നത് 10 rupees ആണ്. ദെൻ ഈ ഇഷ്യൂവിനെ അവർ അണ്ടർറൈറ്റ് ചെയ്തിട്ടുണ്ട്. അണ്ടർറൈറ്റ് ചെയ്തിരിക്കുന്ന ഇൻഫർമേഷൻസ് ആണ് ഫസ്റ്റ് ടേബിളിൽ കൊടുത്തിരിക്കുന്നത്. പി ലിമിറ്റഡ് 30,000 ഷെയർസ്, എസ് ലിമിറ്റഡ്, പി ലിമിറ്റഡും എസ് ലിമിറ്റഡ്, എം ലിമിറ്റഡ്, എ, ടി ആൻഡ് ബി, ഇത്രയും അണ്ടർ റൈറ്റേഴ്സിനെയാണ് അവർ ചൂസ് ചെയ്തിരിക്കുന്നത്. ആ ഓരോ അണ്ടർ റൈറ്റേഴ്സും അണ്ടർറൈറ്റ് ചെയ്തിരിക്കുന്ന നമ്പർ ഓഫ് ഷെയർസിന്റെ ഡീറ്റെയിൽസ് ആണ് ടേബിളിൽ കാണിച്ചിരിക്കുക. പി ലിമിറ്റഡ് 30,000 ഷെയർസ്, എസ് ലിമിറ്റഡ് 35,000 ഷെയർസ്, എം ലിമിറ്റഡ് 10,000 ഷെയർസ് ആൻഡ് എ ലിമിറ്റഡ് 15,000 ഷെയർസ്, ടി ലിമിറ്റഡ് 2,000 ഷെയർസ് ആൻഡ് ബി ലിമിറ്റഡ് 8,000 ഷെയർസ്. അപ്പം ടോട്ടൽ 10 lakh rupees ഷെയർ ക്യാപിറ്റൽ ആണുള്ളത്. അതിനെ 10 rupees വാല്യൂ ഉള്ള ഷെയർ ആയിട്ടാണ് ഇഷ്യൂ ചെയ്യുന്നത്. അപ്പോൾ 1 lakh ആണ് ടോട്ടൽ നമ്പർ ഓഫ് ഷെയർസ് എന്ന് പറയുന്നത്. ആ 1 lakh ഷെയർസിനെ കംപ്ലീറ്റ് ആയിട്ട് അവർ അണ്ടർറൈറ്റ് ചെയ്തിട്ടുണ്ട്. അത് ഒരു അണ്ടർറൈറ്റർ അല്ല, മൊത്തം 6 അണ്ടർറൈറ്റേഴ്സ് ആണ് അവർക്കുള്ളത്. ആ 6 അണ്ടർറൈറ്റേഴ്സിന് കൂടി ആയിട്ട് ഈ 1 lakh ഷെയർ അണ്ടർറൈറ്റ് ചെയ്തിട്ടുണ്ട്. Then all marked forms are to go in relief of the liability of the underwriters whose name they bear and the application received on the forms marked by the underwriters. The marked forms, marked applications, unmarked applications ഉണ്ട്. അപ്പോൾ മാർക്ക്ഡ് ആപ്ലിക്കേഷൻസ് നമ്മൾ കറക്റ്റ് ആയിട്ട് ഐഡന്റിഫൈ ചെയ്യണം. മാർക്ക്ഡ് ആപ്ലിക്കേഷൻസ് എന്താണെന്ന് നമുക്കറിയാം, പ്രീവിയസ് വീഡിയോയിൽ പറഞ്ഞതാണ് എന്താണ് മാർക്ക്ഡ് ആപ്ലിക്കേഷൻസ് എന്ന്. അതായത് ആ കൺസേൺഡ് അണ്ടർറൈറ്ററിന്റെ സ്റ്റാമ്പ് ഉള്ള ആപ്ലിക്കേഷൻസിനെയാണ് മാർക്ക്ഡ് ആപ്ലിക്കേഷൻസ് എന്ന് പറയുക. അപ്പോൾ മാർക്ക്ഡ് ആപ്ലിക്കേഷൻസ് കിട്ടിയത് പി ലിമിറ്റഡിന്റെ സ്റ്റാമ്പ് ഉള്ള 25,000 ഷെയർസ് കിട്ടി, എസ് ലിമിറ്റഡിന്റെ 23,500 ഷെയർസ് കിട്ടി, എം ലിമിറ്റഡിന്റെ സ്റ്റാമ്പുള്ള 6,500 ഷെയർസ് കിട്ടി, ദെൻ എ ലിമിറ്റഡിന്റെ 1,000 ഷെയർസ് കിട്ടി, ടി ലിമിറ്റഡിന്റെ 2,000 ഷെയർസ് കിട്ടി ആൻഡ് ബി ലിമിറ്റഡിന്റെ 7,000 ഷെയർസ് കിട്ടി. ഇത്രയും മാർക്ക്ഡ് ആപ്ലിക്കേഷൻസ് ആണ് കിട്ടിയേക്കുന്നത്. Then applications for 20,000 equity shares are received on unmarked application forms. Calculate the liability of the individual underwriters in terms of the underwriting agreement. The relevant proportion is to be ascertained not in case of the original liability ratios but after giving credit for marked forms. അതായത് 20,000 ഇക്വിറ്റി ഷെയർസ് നമ്മൾ അൺമാർക്ക്ഡ് ആയിട്ടാണ് നമുക്ക് കിട്ടിയത്. അപ്പോൾ അതിനകത്ത് ഏത് അണ്ടർറൈറ്ററിൻ്റെ ആണെന്ന് സ്പെസിഫൈ ചെയ്തിട്ടില്ല. അങ്ങനത്തെ ടൈപ്പ് ഓഫ് ആപ്ലിക്കേഷൻസിനെയാണ് നമ്മൾ അൺമാർക്ക്ഡ് ആപ്ലിക്കേഷൻസ് എന്ന് പറയുന്നത്. അപ്പോൾ 20,000 ആപ്ലിക്കേഷൻസ് റിസീവ് ചെയ്തത് അൺമാർക്ക്ഡ് ആപ്ലിക്കേഷൻസ് ആയിട്ടാണ്. ഇവിടെ നമ്മളോട് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത് ഓരോ അണ്ടർറൈറ്ററിൻ്റെയും ലൈബിലിറ്റി കാൽക്കുലേറ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അവിടെ ഒരു സെന്റൻസ് പറയുന്നുണ്ട്, ഇൻ ടേംസ് ഓഫ് ദി അണ്ടർറൈറ്റിംഗ് എഗ്രിമെന്റ് ദ റെലവന്റ് പ്രൊപ്പോർഷൻ ഇസ് ടു ബി അസർട്ടൈൻഡ് നോട്ട് ഇൻ കേസ് ഓഫ് ദി ഒറിജിനൽ ലൈബിലിറ്റി റേഷ്യോസ് ബട്ട് ആഫ്റ്റർ ഗിവിംഗ് ക്രെഡിറ്റ് ഫോർ മാർക്ക്ഡ് ഫോംസ്. അതായത് അണ്ടർറൈറ്റിംഗ് എഗ്രിമെന്റ് അനുസരിച്ച് ഈ അൺമാർക്ക്ഡ് ആപ്ലിക്കേഷൻസിനെ, അതായത് നമ്മൾ അൺമാർക്ക്ഡ് ആപ്ലിക്കേഷൻസ് മാർക്ക്ഡ് ആപ്ലിക്കേഷൻസ് എന്താന്ന് പറഞ്ഞതാണ്. അപ്പൊ മാർക്ക്ഡ് ആപ്ലിക്കേഷൻസ് ഡയറക്റ്റ് ആയിട്ട് വരുന്നതാണ്. സോ അത് നമ്മൾ ഡയറക്റ്റ് ആയിട്ട് ഡിഡക്ട് ചെയ്യും. അൺമാർക്ക്ഡ് ആപ്ലിക്കേഷൻസ് നമ്മൾ ബാലൻസ്, അതായത് ഈ പ്രൊപ്പോർഷനേറ്റ് അൺമാർക്ക്ഡ് ആപ്ലിക്കേഷൻസ് നമ്മൾ എല്ലാ അണ്ടർറൈറ്റേഴ്സിനും കൂടി പ്രൊപ്പോർഷനേറ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്ത് കൊടുക്കണം. ആ ഡിവൈഡ് ചെയ്യുന്ന റേഷ്യോ എന്ന് പറയുന്നത് ഒറിജിനൽ അവരുടെ ആ റേഷ്യോസ് അല്ല, അതായത് അണ്ടർറൈറ്റ് ചെയ്തിരിക്കുന്ന റേഷ്യോയുടെ ബേസിലല്ല,
മാർക്കഡ് ആപ്ലിക്കേഷൻസ് നമ്മൾ ഡിവൈഡ് ചെയ്ത് കൊടുക്കുന്നതിന്റെ ബേസിലാണ് ചെയ്യേണ്ടത്. ഇവിടെ പ്രോബ്ലം ചെയ്തിട്ടുണ്ട്. ആദ്യം ഗ്രോസ് ലൈബിലിറ്റി എന്ന് പറയുന്നത് ടോട്ടൽ 1 lakh ഷെയർസ് ആണ്. ടോട്ടൽ ലൈബിലിറ്റി 1 lakh ഷെയർസ് ആണ് നമ്മൾ ഇഷ്യൂ ചെയ്യുന്നത്. സോ ഗ്രോസ് ലൈബിലിറ്റി ടോട്ടൽ 1 lakh ആണ്. ഇനി ഓരോ അണ്ടർ റൈറ്റേഴ്സിനും നമ്മൾ ക്വസ്റ്റിനകത്ത് തന്നെ തന്നിട്ടുണ്ടായിരുന്നു. ഓരോ അണ്ടർ റൈറ്റേഴ്സും എത്ര ഷെയർസ് അണ്ടർ റൈറ്റ് ചെയ്യുന്നു എന്ന് ക്വസ്റ്റിന് തന്നിട്ടുണ്ടായിരുന്നു. ആ നമ്പർ ഓഫ് ഷെയർസ് ആണ് അവരുടെ ഗ്രോസ് ലൈബിലിറ്റി എന്ന് പറയുന്നത്. പി ലിമിറ്റഡ് 30,000 ഷെയർസ് അണ്ടർ റൈറ്റ് ചെയ്യാം എന്ന് ഇൻക്രിമെന്റ് വെച്ചിട്ടുണ്ടായിരുന്നു. എസ് ലിമിറ്റഡ് 35 ആൻഡ് എം ലിമിറ്റഡ് 10,000, എ ലിമിറ്റഡ് 15,000, ടി ലിമിറ്റഡ് 2,000 ആൻഡ് ലാസ്റ്റ്ലി ബി ലിമിറ്റഡ് 8,000. ഇത്രയാണ് ഓരോ അണ്ടർ റൈറ്റേഴ്സിന്റെയും ഗ്രോസ് ലൈബിലിറ്റി അല്ലെങ്കിൽ അവരെ ഏറ്റെടുത്തിരിക്കുന്ന എഗ്രിമെന്റ് വെച്ചിരിക്കുന്ന നമ്പർ ഓഫ് ഷെയർസ് എന്ന് പറയുന്നത്. ദെൻ ആദ്യം ലെസ് ചെയ്യേണ്ടത് മാർക്കഡ് ആപ്ലിക്കേഷൻസ് ആണ്. മാർക്കഡ് ആപ്ലിക്കേഷൻസ് നമ്മൾക്ക് ക്വസ്റ്റിനകത്ത് ഡയറക്ട്ലി തന്നിട്ടുണ്ട്. അപ്പോൾ മൊത്തം 65,000 മാർക്കഡ് ആപ്ലിക്കേഷൻസ് ആണ് നമുക്ക് വന്നത്. അതിനകത്ത് 25,000 പി ലിമിറ്റഡ് ആയിരുന്നു. ദെൻ എസ് ലിമിറ്റഡ് 23,500, എം ലിമിറ്റഡ് 6,500, എ ലിമിറ്റഡ് 1,000 ആൻഡ് ടി ലിമിറ്റഡ് 2,000 ആൻഡ് ഫൈനലി ബി ലിമിറ്റഡ് 7,000. അപ്പം ഓരോ അണ്ടർ റൈറ്റേഴ്സിനും വന്ന മാർക്കഡ് ആപ്ലിക്കേഷൻസ് നമുക്ക് ക്വസ്റ്റിന് ഡയറക്റ്റ് ആയിട്ട് തന്നിട്ടുണ്ടായിരുന്നു. ആ മാർക്കഡ് ആപ്ലിക്കേഷൻസ് ആണ് നമ്മളിപ്പോൾ എഴുതിയത്. അങ്ങനെ മൊത്തം 65,000 മാർക്കഡ് ആപ്ലിക്കേഷൻസ് വന്നിട്ടുണ്ടായിരുന്നു. ഈ മാർക്കഡ് ആപ്ലിക്കേഷൻസ് കുറയ്ക്കുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു ബാലൻസ് ഉണ്ട്. അതായത് 35,000 ഷെയർസ് ഇനിയും ഉണ്ട്. ആ 35,000 ഷെയർസ് വരുന്ന, അതായത് ഓരോ അണ്ടർ റൈറ്റേഴ്സിനും അവരുടെ മാർക്കഡ് ആപ്ലിക്കേഷൻസ് കുറയ്ക്കുമ്പോൾ ബാലൻസ് വരുന്ന അവരുടെ ലൈബിലിറ്റി ഉണ്ട്. പി ലിമിറ്റഡിനത് 30,000 25,000 പോകുമ്പോൾ 5,000 ഇനിയും ലൈബിലിറ്റി ഉണ്ട്. എസ് ലിമിറ്റഡിന് 11,500, എം ലിമിറ്റഡിന് 3,500, എ ലിമിറ്റഡിന് 14,000 ആൻഡ് ടി ലിമിറ്റഡിന്റെ ഫുൾ ലൈബിലിറ്റിയും മാർക്കറ്റ് ആപ്ലിക്കേഷൻസ് വഴി വന്നു. അതായത് മൊത്തം 2,000 ആണ് അവർ എഗ്രിമെന്റ് വെച്ചിരുന്നത്. ആ 2,000 മാർക്കറ്റ് ആപ്ലിക്കേഷൻസ് ആയിട്ട് തന്നെ വന്നു. സോ അവർക്ക് ഇനി ഒരു ബാലൻസ് ലൈബിലിറ്റി ഇല്ല. ദെൻ ബി ലിമിറ്റഡിന് 1,000 ഉണ്ട്. ഇനി ബാലൻസ് ഉള്ള ഈ എമൗണ്ടിൽ നിന്ന് നമ്മൾ ഡയറക്റ്റ് ആപ്ലിക്കേഷൻസ്, അതായത് അൺമാർക്കഡ് ആപ്ലിക്കേഷൻസ് വന്നിട്ടുണ്ട്. ഈ അൺമാർക്കഡ് ആപ്ലിക്കേഷൻസും ഈ അണ്ടർ റൈറ്റേഴ്സിന്റെ എഫേർട്ട് കൊണ്ട് തന്നെ വന്നതാണ്. പക്ഷെ അവ അൺമാർക്കഡ് ആപ്ലിക്കേഷൻസിലെ ഏത് അണ്ടർ റൈറ്റർ ആണെന്ന് അവർ സ്പെസിഫൈ ചെയ്തിട്ടില്ല. അപ്പോൾ അൺമാർക്കഡ് ആപ്ലിക്കേഷൻസിനെ നമ്മൾ ബാക്കി ഉള്ള ബാലൻസ് ലൈബിലിറ്റി ഉള്ള എല്ലാ അണ്ടർ റൈറ്റേഴ്സിനുമായിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുക. അപ്പോൾ മൊത്തം 20,000 അൺമാർക്കഡ് ആപ്ലിക്കേഷൻസ് ഉണ്ട്. അത് ഡിവൈഡ് ചെയ്യുന്ന റേഷ്യോ എന്ന് പറയുന്നത് ബാലൻസ് ഓഫ് ഗ്രോസ് ലൈബിലിറ്റീസ്, ഗ്രോസ് ലൈബിലിറ്റിയുടെ ബാലൻസിന്റെ ബേസിലാണ് നമ്മൾ ഡിവൈഡ് ചെയ്ത് കൊടുക്കുക. ദെൻ ഇനി നമ്മൾ ഡിഡക്ട് ചെയ്യേണ്ടത് അൺമാർക്കഡ് ആപ്ലിക്കേഷൻസ് ആണ്. അൺമാർക്കഡ് ആപ്ലിക്കേഷൻസ് ഡിഡക്ട് ചെയ്യേണ്ടത് ഈ ബാലൻസ് ഉള്ള ഈ ഒരു റേഷ്യോയിലാണ്. ഈ ബാലൻസ് ലെഫ്റ്റ് കാണിക്കുന്ന ഈ ഒരു നമ്പർ ഓഫ് ഷെയറിന്റെ റേഷ്യോയിലാണ് നമ്മൾ അൺമാർക്കഡ് ആപ്ലിക്കേഷൻസിനെ ഡിവൈഡ് ചെയ്ത് കൊടുക്കുന്നത്. അതായത് അൺമാർക്കഡ് ആപ്ലിക്കേഷൻസ് മൊത്തം 20,000 ഉണ്ട്. ആ 20,000നെ നമ്മൾ ഈ ഒരു റേഷ്യോയിൽ 5,000:11,500:3,500:14,000:1,000 എന്നുള്ള ആ ഒരു റേഷ്യോയിലാണ് നമ്മൾ ഡിവൈഡ് ചെയ്ത് കൊടുക്കുന്നത്. അതായത് ഫസ്റ്റ് പി ലിമിറ്റഡിന്റെ ഷെയർസ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് 20,000 ഇൻറ്റു 5,000 ഡിവൈഡഡ് ബൈ 35,000. അപ്പോഴാണ് നമുക്ക് 2,857 കിട്ടുന്നത്. അതുപോലെ തന്നെ എസ് ലിമിറ്റഡിന്റെ 20,000 ഇൻറ്റു 11,500 ഡിവൈഡഡ് ബൈ 35,000. ദെൻ എം ലിമിറ്റഡിന്റെ 20,000 ഇൻറ്റു 3,500 divided by 35,000. Then A limited ne 20,000 into 14,000 divided by 35,000 and B limited ne 20,000 into 1,000 divided by 35,000. ഇങ്ങനെ കാൽക്കുലേറ്റ് ചെയ്ത് ഓരോരുത്തരുടെയും പോർഷൻ എത്രയാണ് അൺമാർക്കഡ് ആപ്ലിക്കേഷൻസിനകത്ത് ഓരോ അണ്ടർ റൈറ്റേഴ്സിനും അവകാശപ്പെട്ട പോർഷൻ എത്രയാണെന്ന് കണ്ടുപിടിക്കുക. അത് ഡിഡക്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ് നെറ്റ് ലൈബിലിറ്റി എന്ന് പറയുന്നത്. ഇനി ഇത്രയും നമ്പർ ഓഫ് ഷെയർ കൂടെ, അതായത് പബ്ലിക്കിന്റെ സബ്സ്ക്രിപ്ഷൻ എല്ലാം കഴിഞ്ഞ് ഇനി അണ്ടർ റൈറ്റർ മേടിക്കേണ്ട നമ്പർ ഓഫ് ഷെയർ എന്ന് പറഞ്ഞാൽ പി ലിമിറ്റഡ് ഇനി 2,143 ഷെയർസ് കൂടെ മേടിക്കണം. എസ് ലിമിറ്റഡ് 4,928 ഷെയർസ് കൂടെ മേടിക്കണം. ദെൻ എം ലിമിറ്റഡ് 1,500 ഷെയർസ് ആൻഡ് എ ലിമിറ്റഡ് 6,000 ഷെയർസ്, ബി ലിമിറ്റഡ് 429 ഷെയർസ്. ഇത്രയും ഷെയർസ് കൂടെ ഇവരുടെ ലൈബിലിറ്റി വരുന്നതാണ്. ഇത്രയും ഷെയർസ് പബ്ലിക് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല, പബ്ലിക് അപ്ലൈഡ് ചെയ്തിട്ടില്ലാത്ത പബ്ലിക് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല. സോ ഇത്രയും ഷെയർസിന്റെ ലൈബിലിറ്റി എന്ന് പറയുന്നത് അണ്ടർ റൈറ്ററിന്റെ കയ്യിലാണ്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ
ലൈബിലിറ്റി ഓഫ് നെറ്റ് ലൈബിലിറ്റി, അണ്ടർ റൈറ്റേഴ്സിന്റെ നെറ്റ് ലൈബിലിറ്റി നമ്മൾ കണ്ടുപിടിക്കുക. സോ ഇവിടെ നമ്മൾ പറഞ്ഞിരുന്നതാണ് ഈ മാർക്ക്ഡ് അൺമാർക്ക്ഡ് ആപ്ലിക്കേഷൻസ് നമ്മൾ ഡിവൈഡ് ചെയ്യുന്നത് ബാലൻസ് ലെഫ്റ്റ് ന്റെ റേഷ്യോയിലാണ് എന്നാണ് നമ്മൾ ഈ സെന്റൻസിൽ പറഞ്ഞു വെക്കുക. ഇൻ ടേംസ് ഓഫ് അണ്ടർ റൈറ്റിംഗ് എഗ്രിമെന്റ് ദ റെലവന്റ് പ്രൊപ്പോർഷൻ ഇസ് ടു ബി അസർടൈൻ നോട്ട് ഇൻ കേസ് ഓഫ് ഒറിജിനൽ ലൈബിലിറ്റി റേഷ്യോസ് ബട്ട് ആഫ്റ്റർ ഗിവിംഗ് ദ ക്രെഡിറ്റ്. അതായത് മാർക്ക്ഡ് ആപ്ലിക്കേഷൻസ് ഡിഡക്റ്റ് ചെയ്തതിന് ശേഷം കിട്ടുന്ന ബാലൻസ് ലൈബിലിറ്റിയുടെ റേഷ്യോയുടെ ബേസിസിലാണ് നമ്മൾ അൺമാർക്ക്ഡ് ആപ്ലിക്കേഷൻസ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് എന്നാണ് ഈ സെന്റൻസിൽ നമ്മൾ പറഞ്ഞു വെച്ചത്. സോ അതിനനുസരിച്ചിട്ടാണ് ഇവിടെ കാൽക്കുലേഷൻസ് നടത്തിയിരിക്കുന്നത്. Then next is firm underwriting. If underwriter agrees to buy a definite number of shares or debentures in addition to the shares or debentures he has to take under the underwriting agreement, it is called firm underwriting. ഫേം അണ്ടർറൈറ്റിംഗ് എന്താണെന്ന് നമുക്കറിയാം. നോർമലി അണ്ടർറൈറ്റ് ചെയ്യുന്ന നമ്പർ ഓഫ് ഷെയർസ് കൂടാതെ ഒരു ഡെഫിനറ്റ് നമ്പർ ഓഫ് ഷെയർസ് അണ്ടർ റൈറ്റേഴ്സ് മേടിക്കാം എന്നുകൂടെ പറയുന്ന ഒരു എഗ്രിമെന്റ് ആണ്, എന്നുകൂടെ സ്റ്റേറ്റ് ചെയ്യുന്ന ഒരു അണ്ടർ റൈറ്റിംഗ് എഗ്രിമെന്റിനെയാണ് നമ്മൾ ഫേം അണ്ടർ റൈറ്റിംഗ് എന്ന് പറയുക. അപ്പോൾ ഫേം അണ്ടർ റൈറ്റിംഗിന്റെ കേസസിൽ ഇൻ കേസ് പബ്ലിക് സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം ഓവർ സബ്സ്ക്രിപ്ഷൻ ആണ് നടന്നിട്ടുള്ളത് എങ്കിൽ, അതായത് കംപ്ലീറ്റ് ഷെയറും പബ്ലിക്കിലേക്ക് പോയി പബ്ലിക് സബ്സ്ക്രൈബ് ചെയ്തു എങ്കിൽ ബാക്കി അണ്ടർ റൈറ്റേഴ്സ് മേടിക്കാം എന്ന് പറഞ്ഞിരിക്കുന്ന ആ ഒരു പോർഷനകത്ത് അണ്ടർ റൈറ്റേഴ്സിന് പ്രയോറിറ്റി കിട്ടും. ദെൻ അതിനൊരു എക്സാമ്പിൾ ആയിട്ടൊരു ഇല്ലസ്ട്രേഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. എസ്മാൻ ലിമിറ്റഡ് ഇഷ്യൂഡ് 80,000 ഇക്വിറ്റി ഷെയർസ് വിച്ച് വെയർ അണ്ടർ റിട്ടൺ ആസ് ഫോളോസ്. മിസ്റ്റർ എക്സ് 48,000 ഷെയർസ്, വൈ ആൻഡ് കമ്പനി 20,000 ഷെയർസ്, ഇസഡ് കോർപ്പ് 12,000 shares. The above mentioned underwriters made firm underwriting as follows. Mr. X 6,400 shares, Y and Company 8,000 shares and Z 2,400 shares. The total issue excluding firm underwriting but including marked applications were for rupees 40,000 shares. അതായത് ടോട്ടൽ ഇഷ്യൂ ഫേം അണ്ടർറൈറ്റിംഗ് ഒഴിച്ചിട്ടുള്ള ബാക്കി മാർക്കറ്റ് ആപ്ലിക്കേഷൻസും എല്ലാം ഇൻക്ലൂഡ് ചെയ്യിച്ച് ഫേം അണ്ടർറൈറ്റിംഗ് മാത്രം എക്സ്ക്ലൂഡ് ചെയ്തുകൊണ്ടുള്ള ടോട്ടൽ ഇഷ്യൂ എന്ന് പറയുന്നത് 40,000 ഷെയർസ് ആണ്. ഇനി അതിൽ മാർക്കറ്റ് ആപ്ലിക്കേഷൻസ് എന്ന് പറയുന്നത് മിസ്റ്റർ എക്സിന്റെ 8,000 ഷെയർസ് ഉണ്ട്, വൈ ആൻഡ് കമ്പനി 10,000 ഷെയർസ്, സെഡ് 4,000 ഇക്വിറ്റി ഷെയർസ്. ഇത്രയും മാർക്കറ്റ് ആപ്ലിക്കേഷൻസ് ആണ്. യു ആർ റിക്വയർഡ് ടു കാൽക്കുലേറ്റ് ദ അണ്ടർറൈറ്റേഴ്സ് ലയബിലിറ്റി കാൽക്കുലേറ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. സോ നമുക്ക് ഇവിടെ ആദ്യം ചെയ്യേണ്ടത് സ്റ്റേറ്റ്മെന്റ് നമ്മൾ നേരത്തെ പ്രോബ്ലത്തിൽ ചെയ്തതുപോലെ തന്നെ സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്യുക. അപ്പോൾ അതിനകത്ത് മിസ്റ്റർ എക്സ് ഉണ്ട്, വൈ ഉണ്ട്, സെഡ് ഉണ്ട്. സോ 3 കോളം കൊടുക്കുക ഓരോ അണ്ടർ റൈറ്റേഴ്സിനും, ദെൻ ടോട്ടൽ കോളം. സോ ഫസ്റ്റ് നമ്മൾ ഗ്രോസ് ലൈബിലിറ്റി ആണ് എഴുതുന്നത്. അവരുടെ ഗ്രോസ് ലൈബിലിറ്റി ആണ് നമ്മളിവിടെ എഴുതുന്നത്. ഗ്രോസ് ലൈബിലിറ്റി ക്വസ്റ്റിന്റെ സ്റ്റാർട്ടിംഗിൽ തന്നെ കൊടുത്തിട്ടുണ്ടായിരുന്നു. എസ്മാൻ ലിമിറ്റഡ് ഇഷ്യൂഡ് 80,000 ഇക്വിറ്റി ഷെയർസ്, ടോട്ടൽ 80,000 ഇക്വിറ്റി ഷെയർസ് ഇഷ്യൂ ചെയ്തു. അത് അണ്ടർ റിട്ടേൺ ചെയ്തിരിക്കുന്നത് എക്സിന്റെ 48,000, വൈയുടെ 20,000 ആൻഡ് സെഡിന്റെ 12,000. ഇതാണ് അവരുടെ ഗ്രോസ് ലൈബിലിറ്റി. അത് സ്റ്റാർട്ടിംഗിൽ തന്നെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതാണ് നമ്മൾ സ്റ്റാർട്ടിംഗിൽ എഴുതുന്നത് ഗ്രോസ് ലൈബിലിറ്റി. ആ ഒരു ഗ്രോസ് ലൈബിലിറ്റി ആണ് നമ്മളിവിടെ എഴുതിയിരിക്കുന്നത്. എക്സിന്റെ 48,000 ഉണ്ട്, വൈയുടെ 20,000 ഉണ്ട്, സെഡിന്റെ 12,000 ഉണ്ട്. അങ്ങനെ ടോട്ടൽ 80,000 ഇഷ്യൂ ആണ് നടത്തിയിരിക്കുന്നത്. അതാണ് നമ്മൾ ഗ്രോസ് ലൈബിലിറ്റി എന്ന് പറഞ്ഞിവിടെ എഴുതിയിരിക്കുന്നത്. ദെൻ നെക്സ്റ്റ് നമ്മളിവിടെ ഡിഡക്ട് ചെയ്യുന്നത് അൺമാർക്ക്ഡ് ആപ്ലിക്കേഷൻസ് ആണ്. അൺമാർക്ക്ഡ് ആപ്ലിക്കേഷൻസ് എന്ന് പറയുമ്പോൾ ഇവിടെ ക്വസ്റ്റിനകത്ത് പറഞ്ഞിട്ടുണ്ട് മാർക്കറ്റ് ആപ്ലിക്കേഷൻസ്, അതായത് ടോട്ടൽ ഇഷ്യൂവിൽ നിന്ന് ഫേം അണ്ടർറൈറ്റിംഗ് ഒഴികെ ബാക്കി നമുക്ക് കിട്ടിയിരിക്കുന്ന ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് 40,000 ഷെയർസ് ആണ്. ആ 40,000 ഷെയർസിനകത്ത് മാർക്കറ്റ് ആപ്ലിക്കേഷൻസ് ഉണ്ട്. എക്സിൻ്റെത് 8,000, വൈയുടേത് 10,000 ആൻഡ് ഇസഡിന്റെ 4,000. അങ്ങനെ 22,000ന്റെ മാർക്കറ്റ് ആപ്ലിക്കേഷൻസ് ഉണ്ട്. അപ്പോൾ ഈ ടോട്ടൽ റിസീവ് ചെയ്തിരിക്കുന്ന 40,000 ഷെയർ ആപ്ലിക്കേഷനിൽ നിന്ന് 22,000 ഷെയർസ് മാർക്കറ്റ് ആപ്ലിക്കേഷൻസ് ആണ്. സോ ഇവിടെ നമ്മൾ അൺമാർക്കഡ് ആപ്ലിക്കേഷൻ എടുക്കുമ്പോൾ ആ 40,000ൽ നിന്ന് 22,000 മാർക്കഡ് ആപ്ലിക്കേഷൻസ് കുറയ്ക്കുക. അപ്പൊ നമുക്ക് കിട്ടുന്ന 18,000 ആണ്. നമുക്ക് കിട്ടുന്ന 18,000 ആണ് ടോട്ടൽ അൺമാർക്കഡ് ആപ്ലിക്കേഷൻസ് എന്ന് പറയുന്നത്. ഈ അൺമാർക്കഡ് ആപ്ലിക്കേഷൻസിനെ നമ്മൾ ഈ ഗ്രോസ് ലൈബിലിറ്റിയുടെ ബേസിൽ തന്നെ ഡിവൈഡ് ചെയ്യാണ്. 48:20:20
12 എന്നുള്ള റേഷ്യോയിൽ നമ്മൾ ഡിവൈഡ് ചെയ്യുകയാണ്. അപ്പം 18,000നെ നമ്മൾ ഈ ഒരു 48:20:12 എന്നുള്ള റേഷ്യോയിൽ ഡിവൈഡ് ചെയ്തിരിക്കുന്നതാണ് ഈ കാണിച്ചിരിക്കുന്നത്. 10,800 ഫോർ എക്സ്, 4,500 ഫോർ വൈ ആൻഡ് 2,700 ഫോർ സെഡ്. ഇങ്ങനെ നമ്മൾ ഡിവൈഡ് ചെയ്തു. അപ്പൊ ഇവിടെ നമ്മൾ ചെയ്തതെന്ന് പറയുന്നത് ഗ്രോസ് ലൈബിലിറ്റിയുടെ ബേസിസിലാണ് നമ്മളിവിടെ ഡിവൈഡ് ചെയ്തിരിക്കുന്നത് അൺമാർക്ക്ഡ് ആപ്ലിക്കേഷൻ. കുറച്ച് മുമ്പ് നമ്മൾ പറഞ്ഞ ഇല്ലസ്ട്രേഷനിൽ ആയിട്ടൊരു ഡിഫറൻസ് എന്ന് പറയുന്നത് അതിൽ നമ്മൾ ഡിവൈഡ് ചെയ്തിരുന്നത് മാർക്ക്ഡ് ആപ്ലിക്കേഷൻസ് കൂടെ കുറച്ചിട്ടുള്ള ബാലൻസ് ലെഫ്റ്റിന്റെ ബേസിലായിരുന്നു നമ്മൾ അൺമാർക്ക്ഡ് ആപ്ലിക്കേഷൻ ഡിവൈഡ് ചെയ്തത്. അപ്പോൾ അത് ആ ക്വസ്റ്റിനകത്ത് അത് അവർ കറക്റ്റ് ആയിട്ട് സ്റ്റേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ നമ്മൾ അത് അങ്ങനെയാണ് ചെയ്തത്. ഇവിടെ അങ്ങനെ പ്രത്യേകിച്ച് ഒന്നും സ്റ്റേറ്റ് ചെയ്യാത്തത് കൊണ്ട് തന്നെ നമ്മൾ ഗ്രോസ് ലൈബിലിറ്റിയുടെ ബേസിലാണ് ഈ അൺമാർക്ക്ഡ് ആപ്ലിക്കേഷൻസിനെ ഡിവൈഡ് ചെയ്യുന്നത്. സോ അൺമാർക്ക്ഡ് ആപ്ലിക്കേഷൻസിനെ ഡിവൈഡ് ചെയ്ത് അത് ഡിഡക്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് എക്സിന് ഇനി ബാലൻസ് 37,200 ഉണ്ട്, വൈക്ക് 15,500 ഉണ്ട് ആൻഡ് ഇസഡിന് 9,300 ഉണ്ട്. ബാലൻസ് ടോട്ടൽ 62,000 ഉണ്ട്. ഇനി ഇതിൽ നിന്ന് നമ്മൾ മാർക്ക്ഡ് ആപ്ലിക്കേഷൻസ് ആണ് മൈനസ് ചെയ്യുന്നത്. മാർക്ക്ഡ് ആപ്ലിക്കേഷൻസ് ക്വസ്റ്റിനകത്ത് ഓൾറെഡി ഗിവൺ ആണ്, അത് അങ്ങനെ തന്നെ മൈനസ് ചെയ്യാം. ഓരോരുത്തരുടെയും അങ്ങനെ തന്നെ മൈനസ് ചെയ്യാം. അപ്പൊ നമുക്ക് കിട്ടുന്ന ബാലൻസ് ലെഫ്റ്റ് എന്ന് പറയുന്നത് 29,200 ഫോർ എക്സ്, 5,500 ഫോർ വൈ ആൻഡ് 5,300 ഫോർ ഇസഡ്. ഇങ്ങനെയാണ് നമുക്ക് കിട്ടുന്ന ബാലൻസ് ലെഫ്റ്റ്. ഇതിൽ നിന്നും ഫേം അണ്ടർ റൈറ്റിംഗ് ഈ ഒരു കോൺട്രാക്റ്റിൽ നമ്മൾ ഫേം അണ്ടർ റൈറ്റിംഗ് ആയിരുന്നു വെച്ചിട്ടുണ്ടായിരുന്നത്. അതായത് അവർ ഏറ്റെടുക്കുന്ന ഒരു ലൈബിലിറ്റി കൂടാതെ ഇത്ര നമ്പർ ഓഫ് ഷെയർസ് അഡീഷണൽ ആയിട്ട് അവരെ ഏറ്റെടുക്കുന്നു എന്നുള്ള ഒരു കണ്ടീഷൻസ് കൂടെ ഇവർ ഇതിൽ വെച്ചിട്ടുണ്ടായിരുന്നു. സോ അങ്ങനെ ഫേം അണ്ടർ റൈറ്റിംഗ് നടത്തിയിരുന്നത് എക്സ് 6,400 വൈ 8,000 ആൻഡ് സെഡ് 2,400 ആണ് ഫേം അണ്ടർ റൈറ്റിംഗ് നടത്തിയിരുന്നത്. അതുകൂടി ഡിഡക്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് നെറ്റ് ബാലൻസ് കിട്ടും. 22,800 ഫോർ മിസ്റ്റർ എക്സ്, 2,400 മൈനസ് 2,500 ഫോർ വൈ ആൻഡ് 2,900 ഫോർ സെഡ്. അതായത് ഇവിടെ നോക്കുവാണെന്നുണ്ടെങ്കിൽ വൈക്ക് മാത്രം ഒരു മൈനസ് ഫിഗർ ആണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. വൈക്ക് ഒരു മൈനസ് 2,500 ആണ് കിട്ടുന്നത്. ബാക്കി എക്സിനായാലും സെഡിനായാലും ഇനിയും എക്സിനാണെങ്കിൽ ഇനി 22,800 ഷെയർസ് കൂടെ മേടിക്കണം, സെഡിനാണെങ്കിൽ 2,900 ഷെയർസ് കൂടെ മേടിക്കണം. നേരെ മറിച്ച് വൈക്ക് മാത്രം ഇവിടെ ഒരു നെഗറ്റീവ് ഫിഗർ ആണ് കിട്ടുന്നത്. സോ ആ നെഗറ്റീവ് ഫിഗറിനെ നമ്മൾ പോസിറ്റീവ് ആക്കേണ്ടതുണ്ട്. കാരണം ഒരിക്കലും നമുക്ക് ലൈബിലിറ്റി ഒരിക്കലും നെഗറ്റീവ് ആവാൻ പാടില്ല, അപ് ടു 0 വരെ ആവാൻ പാടുള്ളൂ. അപ്പൊ നമ്മൾ ഈ ഒരു മൈനസ് 2,500നെ നമ്മൾ എക്സിനും ഇസഡിനുമായിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്ത് കൊടുക്കുവാണ്. സോ ഈ ഒരു മൈനസ് 2,500നെ നമ്മൾ എക്സിന്റെയും ഇസഡിന്റെയും ഗ്രോസ് ലൈബിലിറ്റിയുടെ ബേസിൽ, അതായത് 48:12 എന്നുള്ള ആ ഒരു റേഷ്യോയിൽ, 48:12 എന്നുള്ള ആ ഒരു റേഷ്യോയിൽ നമ്മൾ എക്സിന്റെയും ഇസഡിനും ഈ ഒരു ലൈബിലിറ്റി നമ്മൾ ഷെയർ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. സോ 2,500നെ നമ്മൾ 2,000ഉം 500ഉം ആയിട്ട് ഡിവൈഡ് ചെയ്ത് എക്സിന് 2,000ഉം ഇസഡിന് 500ഉം നമ്മൾ ഡിവൈഡ് ചെയ്ത് കൊടുത്തു. ദെൻ ഈ ഒരു നമ്മൾ നേരത്തെ കണ്ടുപിടിച്ച ഫേം അണ്ടർ റൈറ്റിംഗ് കൂടെ കുറച്ചിട്ട് കണ്ടുപിടിച്ച ലൈബിലിറ്റിയിൽ നിന്ന് നമ്മൾ ഈ ഒരു എമൗണ്ട് കൂടെ കുറച്ചിട്ട് നമുക്ക് കിട്ടുന്നതാണ് നെറ്റ് ലൈബിലിറ്റി എന്ന് പറയുന്നത്. സോ നെറ്റ് ലൈബിലിറ്റി എന്ന് പറയുന്നത് 20,800 ആണ് എക്സിൻ്റെത്. ദെൻ 2,400 ആണ് ഇസഡിന്റെ നെറ്റ് ലൈബിലിറ്റി. വൈക്ക് ഇനി ലൈബിലിറ്റി ഒന്നുമില്ല. ദെൻ ഇതിലേക്ക് ഇനി ഇവരിപ്പം 2,800 ആണ് ഫേം അണ്ടർ റൈറ്റിംഗും കൂടെ ഒഴിച്ച് ഇവർ മേടിക്കാനുള്ളത്. അതിലേക്ക് ഫേം അണ്ടർ റൈറ്റിംഗ് ഇവര് ഇതുവരെയും ഫുൾഫിൽ ചെയ്തിട്ടില്ല. സോ ആ ഫേം അണ്ടർ റൈറ്റിംഗ് ആഡ് ചെയ്യുന്നു. അതുകൊണ്ട് ആ ഫേം അണ്ടർ റൈറ്റിംഗ് കൂടി ആഡ് ചെയ്തിട്ടുള്ള ലൈബിലിറ്റി ആയിരിക്കും നമ്മൾ നെറ്റ് ലൈബിലിറ്റി ആയിട്ട് കാണിക്കുന്നത്. ഇവിടെ നമ്മൾ നോട്ട് ചെയ്യാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, ഏതെങ്കിലും ഒരു അണ്ടർ റൈറ്ററിന് നെഗറ്റീവ് ലൈബിലിറ്റി ഉണ്ടായിക്കഴിഞ്ഞാൽ ഒരിക്കലും നെഗറ്റീവ് ആയിട്ടൊരു ഫിഗർ നമുക്ക് കിട്ടില്ല. ഒന്നില്ലെങ്കിൽ 0 കിട്ടുള്ളൂ, നെഗറ്റീവ് ആയിട്ടൊരു ഫിഗർ നമുക്ക് കിട്ടില്ല. സോ അങ്ങനെ നെഗറ്റീവ് ആയിട്ട് എന്തെങ്കിലും ലൈബിലിറ്റി കിട്ടിക്കഴിഞ്ഞാൽ അത് നമ്മൾ ബാക്കിയുള്ള അണ്ടർ റൈറ്റേഴ്സിന് അവരുടെ ഗ്രോസ് ലൈബിലിറ്റി റേഷ്യോയുടെ ബേസിസിൽ ഡിവൈഡ് ചെയ്ത് അത് ഡിഡക്ട് ചെയ്യേണ്ടതാണ്. അങ്ങനെയാണ് നമ്മൾ നെറ്റ് ലൈബിലിറ്റി കാൽക്കുലേറ്റ് ചെയ്യാൻ. ഇത്രയാണ് ഈ ഒരു അണ്ടർ റൈറ്റേഴ്സിന്റെ ലൈബിലിറ്റി കാൽക്കുലേഷനകത്ത് നമുക്ക് പറയാനുള്ളത്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് അണ്ടർ റൈറ്റേഴ്സിന്റെ ലൈബിലിറ്റി കാൽക്കുലേഷൻ ആണ്. എങ്ങനെയാണ് അണ്ടർ റൈറ്റേഴ്സിന്റെ ലൈബിലിറ്റി കാൽക്കുലേറ്റ് ചെയ്യുന്നതെന്നാണ്.
അതുപോലെ തന്നെ അണ്ടർ റൈറ്റേഴ്സിൻ്റെ കാൽക്കുലേഷനിലുള്ള സ്റ്റെപ്സും ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. താങ്ക് യു.